നോക്കി ഞാനും മെഹനാസും തമ്മിൽ മയക്കുമരുന്ന് ഇടപാട്. പക്ഷെ എന്റെ പൊന്നാരന്റെ കാതറെ, അനക്കെതിരെ സംസാരിക്കുന്നവരെല്ലാരും മയക്കുമരുന്നിന് ഇടപാടുള്ളവരും മറ്റുള്ളവരുമായിട്ട് ഈ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? ഈ പേടിച്ചിട്ടല്ലേ അങ്ങനെയുള്ള ചിത്രീകരണമൊക്കെ കൊണ്ടുവരുന്നത്? ഈ ഞാൻ എന്നോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ എന്നോട് പറഞ്ഞു, ഇത് മാത്രം ഒന്നും പോവണ്ട, ഞാനും മെഹനാസും നിൽക്കുന്ന ഒരു കാര്യം, എന്തെങ്കിലും ഒരു തെളിവ് നീ പോസ്റ്റ് ചെയ്താൽ മതി, യാതൊരു കുഴപ്പമില്ല. ഞാൻ എന്നോട് പറയട്ടെ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഈ ഒരു തെളിവ്, ഞാൻ അവന് നിൽക്കുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ ഞാനും മെഹനാസും സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പോ ഒരു വോയിസ് റെക്കോർഡെങ്കിലും, ഒരു വാട്സപ്പ് വോയിസ് എങ്കിലും ഇട്ടാ മതി. അത് അങ്ങനൊന്നും തെളിയിക്കണം. അപ്പൊ ഈ റിഫ ബാച്ച അല്ലെങ്കിൽ കമ്പിക്കാദർ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ഞാൻ നിർത്തും, മനസ്സിലായോ? പിന്നെ ഞാൻ ഒളിവിലാണ് നട മൊയന്ത. ഞാനല്ല ഈ ഡെയിലി എനിക്ക് വീഡിയോ ഇടുന്നത്. പിന്നെ ഞാൻ എവിടെ പോകാനും, ഒളിവിൽ പോകാൻ? ഈ എന്റെ മുൻ കാമുകിനെ വെച്ച് വ്യാജ FIR കൊണ്ടുവന്നിട്ട് നിശാൽ ഒളിവിൽ പോയിട്ടില്ല. ഓക്കെ, നിശാൽ അതിന് വേണ്ടതായ രീതിയിൽ വെച്ച് നിശാൽ കോടതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പേപ്പറുമായിട്ട് നിശാൽ വന്നിട്ടുണ്ട്. ഓക്കെ, നിശാൽ ഒളിവിൽ പോകാൻ എന്റെ പേര് കാദറല്ല. പിന്നെ ഞാൻ അറിഞ്ഞൊരു സംഭവം പറഞ്ഞുതരാം. റോക്കറ്റ് കാദർച്ചാന്റെ പേരിൽ പുതിയൊരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉടനെ അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ഇന്നലെ ഞാൻ തോന്നുന്നുണ്ട്, ഇന്നലെയാണ് അതിന്റെ വിവരങ്ങൾ കിട്ടിയത്. ഇന്ന് രാത്രി ഒരു 7 മണിയാകുമ്പോഴേക്കും ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കമ്പിക്കാദറിനെതിരെയുള്ള പോക്സോ കേസിന്റെ ഡീറ്റെയിൽസുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പറയുന്നതായിരിക്കും. അപ്പൊ ഒളിവിൽ പോകാൻ സാധ്യത കൂടുതൽ ഈ ആയിരിക്കും, ഞാനല്ല. പിന്നെ ആദ്യം ഒരു പോക്സോ കേസ് ഉണ്ടല്ലോ.